കേരള PSCയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ DC source of EMF E volts and internal resistance R ohm is connected to a variable load and it is adjusted such that the load absorbs maximum power from the source. The current drawn from the source is. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. The maximum power is delivered from a source to a load when the load resistance RL is equal to the internal resistance RS of the source or Thevenin equivalent resistance. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് RS എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് സോഴ്സ് നമ്മളൊരു ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് RL. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നതനുസരിച്ച് ഈ സോഴ്സിൽ നിന്നും വോൾട്ടേജ് സോഴ്സിൽ നിന്നും മാക്സിമം പവർ ഡെലിവേർഡ് ടു എ ലോഡ്, ഈ ലോഡിലേക്ക് മാക്സിമം പവർ ഡെലിവറി ചെയ്യുമ്പോൾ ഇതിൻ്റെ ലോഡ് റെസിസ്റ്റൻസും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. RS ഇസിക്കൽ ടു RL ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് തെവനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് RTH. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ EMF E വോൾട്ടും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഓമും ഉള്ള ഒരു DC സോഴ്സ് ഒരു വേരിയബിൾ ലോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ? ലോഡ് മാക്സിമം പവർ അബ്സോർബ് ചെയ്യുമ്പോഴുള്ള കറണ്ടാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് ലോഡ് എപ്പോഴാണ് മാക്സിമം പവർ അബ്സോർബ് ചെയ്യുന്നത്? ഈ ലോഡ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമായിട്ട് ഈക്വൽ ആകുമ്പോൾ. അപ്പം ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഓം ആണ്. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് എന്താകും? R ഓം തന്നെയാകും. അപ്പോൾ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് DC സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഓം പ്ലസ് ലോഡ് റെസിസ്റ്റൻസ് R ഓം ഇസിക്കൽ ടു 2R ഓം ആകും ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. കറണ്ട് I ഇസിക്കൽ ടു എന്താണ്? V/R. ഇപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൽ ഏതാണ്? E ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്കിപ്പോൾ കിട്ടി 2R. അപ്പോൾ I ഇസിക്കൽ ടു എന്ത് കിട്ടി? E ഡിവൈഡഡ് ബൈ 2R. ആൻസർ ഈസ് E ഡിവൈഡഡ് ബൈ 2R.